പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും തന്നെ ആമേൻ. വചനപുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. യിരെമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായം 11-ാം തിരുവചനം. കർത്താവേ, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയോ പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി യാചിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്രകാരം സംഭവിച്ചു കൊള്ളട്ടെ. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് നേരിടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നൊരു വാക്കാണ്, ദൈവം കോപിച്ചിരിക്കുകയാണോ, ശാപമാണോ, അതോ അയൽവാസികൾ, ബന്ധുമിത്രാദികൾ ഞങ്ങൾക്കെതിരെ ദുഷ്ടത പ്രവർത്തിച്ചതാണോ, അതല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള എന്തെങ്കിലും ദുർനടപടികൾ നടത്തിയിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ദിവസങ്ങളിലും നമ്മൾ ചോദിക്കാറുണ്ട്. ഇവിടെ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിലെ ദുഃഖത്തിനും ദുരിതത്തിനും കാരണം ദൈവമേ, ഞാൻ എൻ്റെ ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതാണോ കാരണം എന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അത് നമുക്കൊരു മുന്നറിയിപ്പാണ്, ഒരു സൂചനയാണ്. നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി, ചുറ്റുപാടുകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പലവിധമായ അനർത്ഥങ്ങളും നീങ്ങിപ്പോകുമെന്ന് ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളുടെയും ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കാരണം ദൈവമാണെന്നും ചുറ്റുപാടുകളാണെന്നും പറഞ്ഞ് ശപിച്ച് കുറ്റപ്പെടുത്തി ജീവിതം മുന്നോട്ട് നയിക്കാതെ പകരം, ദൈവമേ, ഇതെനിക്കൊരു മുന്നറിയിപ്പാണ്, എൻ്റെ നാടിനു വേണ്ടി, എൻ്റെ കുടുംബത്തിനു വേണ്ടി, ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങ് തരുന്ന സന്ദേശമാണെന്ന് തിരിച്ചറിഞ്ഞ് ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ദിവസം നമ്മെ സഹായിക്കട്ടെ. ദുരിതങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.